ഹായ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി വേറൊരു സാധനം, നമ്മൾ ചക്ക കൊണ്ടുള്ള വേറൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചക്ക കൊണ്ടുള്ള കേക്ക്. നമ്മൾ പല സാധനങ്ങളും വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചക്ക കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണ്. അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇന്നും കൂടെ അതൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മളൊരു 10 ചക്കച്ചുള എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് കൂടുതലെടുക്കാം. നമുക്ക് ഇവിടെ നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടും മധുരം അധികം വേണ്ടാത്തതുകൊണ്ടും ഞങ്ങൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 മുട്ട, ഒരു 8-10 കാഷ്യൂ നട്ട്സ്, ഒരു പിഞ്ച് ഉപ്പ്, 3 ഗ്രാമ്പൂ, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വനില എസൻസ്. ഇനി നമുക്ക് ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ആദ്യം നമുക്ക് ഈ ചക്ക ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് അരച്ച് അത് പൾപ്പാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര നമുക്ക് പൊടിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. ആദ്യം നമുക്ക് ഈ ചക്കയൊന്ന് അരിഞ്ഞിട്ട് അരച്ചെടുക്കാം. കാരണം അല്ലാതെ അരയ്ക്കാം, പക്ഷെ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വേഗത്തിൽ അരിഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ലപോലെ അരച്ച് നല്ല പൾപ്പാക്കി എടുക്കണം. ചക്കയുടെ സീസണാണ്, മഴക്കാലമാണ്. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ആദ്യമേ നമ്മുടെ പഞ്ചസാരയും ഗ്രാമ്പും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും ഇട്ട് അടിച്ചെടുക്കാം. പിന്നെ നമുക്കിടേണ്ടത് 1 ടീസ്പൂൺ എസൻസ്, ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ചക്ക അരിഞ്ഞ് വെച്ചിട്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് ഇതിൻ്റെ പൾപ്പ് കൊണ്ടാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇതിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട അടിച്ചു വെച്ചിട്ട് ഇതിനകത്തോട്ടാണ് നമ്മളിട്ടത്. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മുട്ട പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടെ അരച്ചതാണ് ഈ എടുത്തിരിക്കുന്നത്. നമുക്ക് മൈദ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരു 2-3 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ബേക്കിംഗ് പൗഡർ ആക്കി, ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, നമ്മുടെ ചക്ക അരച്ചതും കൂടെ ആ പൾപ്പും കൂടെ ഈ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ ഇത് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാൻ പോകണേ. ആദ്യമേ നമുക്ക് ഈ ചക്കയുടെ പൾപ്പ് മുട്ടയും എണ്ണയും എല്ലാമായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കാം. കുറേശ്ശെ ഇട്ട്
കട്ട കട്ടാതെ പതിയെ വേണം ഇത് ഇളക്കിയെടുക്കാൻ. നമുക്ക് ഇതിനകത്തൊരു ഇച്ചിരി കാഷ്യൂ നട്ട് ഇങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടും. കാരണം നമ്മൾ കേക്ക് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നട്ട്സ് കടിക്കുന്നത് നല്ലതല്ലേ, ഇത് നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇച്ചിരി നട്ട്സ് മുറിച്ചിട്ടു. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ലാസ്റ്റിൽ വേറെ നട്ട്സ് വെക്കുന്നുണ്ട് മുകളിൽ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ട നമുക്ക് അതിൻ്റെ ട്രേ എങ്ങനെ അത് ശരിയാക്കണ്ടെന്ന് കാണിക്കാം. ഒരു സ്വല്പം നെയ്മയോ ഇങ്ങനെ തൂത്തച്ച് ഇട്ട് ഒരു സ്വല്പം മൈദയോ ആട്ടയോ എന്തെങ്കിലും ഒരു ശകലം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ വെക്കുന്നതിന് തുല്യമായിട്ട് ആവും. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ ബാറ്റർ എല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എയർ ഹോൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറിക്കോളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് കാഷ്യൂ നട്ട് ഇങ്ങനെ ഇനി നമുക്ക് കുക്കർ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചേക്കണം. എന്നിട്ട് വേണം നമുക്കിത് കുക്കറിനകത്തോട്ട് വെക്കാൻ. കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ വിസിലിടരുത്, അതായത് വെയിറ്റ് വെക്കരുത്. അല്ല, ഒരു 30-40 മിനിറ്റ് വരെയാണ് നമുക്കിത് വേണ്ടത്. ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേനെ 30 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റോടെ നമുക്ക് വെക്കാം. ഇനി നമുക്ക് കുക്കറിനകത്തോട്ട് വെക്കാം. അതുപോലെ ഒരു റിങ് ഇറക്കി വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും നമുക്ക് വെക്കാനും എടുക്കാനും ഒക്കെ. ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് ചൂടാകട്ടെ. ഇപ്പം ഞാൻ മീഡിയമിലല്ല വെച്ചിരിക്കുന്നത്, ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 10 മിനിറ്റ് വേണ്ട. മീഡിയമിലാണെങ്കിൽ ഒരു 10 മിനിറ്റാണ് നമുക്ക് വെക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ കുക്കറ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. നമുക്കൊരു 30-40 മിനിറ്റ് വരെയാണ് നമുക്ക് വേണ്ടത്. അതായത് മീഡിയം ഫ്ലെയിമിൽ നമുക്കത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കാം. ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോട് നമുക്ക് വെക്കാം. പിന്നെ 30 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം. നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാം. നമ്മുടെ കേക്ക് ആദ്യമേ വെന്തോന്ന് നോക്കാനായിട്ട് നമ്മളിത് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇങ്ങോട്ട് പിടിക്കുന്നില്ല, കണ്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ദേ നമുക്കിത് ഓഫ് ചെയ്ത് കേക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഈ കുക്കറിനകത്തൊന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാൻ. ആദ്യമേ നമുക്കിത് കുക്കറിനകത്തൊന്ന് എടുത്ത് മാറ്റാം. കുക്കറിനകത്തൊന്ന് നമ്മൾ എടുത്ത് മാറ്റി ഒന്ന് സകല നേരം ഒന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ആദ്യമേ തണുക്കാൻ വെക്കട്ടെ. ഇങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്, വൈ വെച്ചാൽ അലിഞ്ഞു പോകും, അതുപോലെ സോഫ്റ്റാണ്. നമുക്കിതൊന്ന് എങ്ങനെയുണ്ടെന്ന് ഒന്ന് മുറിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമുക്കൊക്കെ എല്ലാ വീട്ടിലും നമുക്ക് ചക്ക കിട്ടുന്നതല്ല, സുലഭമായിട്ട് കിട്ടുന്ന സാധനമല്ലേ. നല്ല സോഫ്റ്റാണിത്, കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. എല്ലാവരും കഴിച്ച് മുറിച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം കിട്ടുന്ന ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളിയാണ്, നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. നിങ്ങൾ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ട് നമ്മൾ കാണുന്നതും വരെ